ചിലരെയൊക്കെ ആദ്യമേ കാണുമ്പോൾ തന്നെ നമുക്കൊരു മുൻപരിചയം പോലെ തോന്നാറില്ലേ? അതായത് നമുക്ക് എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യാറില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മളൊക്കെ ഇതിനു മുമ്പ് ജനിച്ചിട്ടുണ്ടായിരുന്നോ? അതോ നമ്മളൊക്കെ ഇനി പുനർജനിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ സയൻറ്റിഫിക് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരുന്ന ഒരു മാജിക്കൽ ബുക്കാട്ടോ ഇത്, മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. ആക്ച്വലി എൻ്റെ ഡേയ്സൊക്കെ കുറച്ച് ബിസിയാണെങ്കിലും ഇത് ശരിക്കും ഞാനൊരു 24 hours കൊണ്ട് വായിച്ചു തീർത്തൊരു ബുക്കാട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ദിവസം വർക്ക് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് എല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് റീഡ് ചെയ്യാനിരിക്കാമെന്ന് പറഞ്ഞ് ബുക്ക് എടുത്തിരുന്നതാണ്. പക്ഷേ ലൈൻ ടു ലൈൻ, പേജ് ടു പേജ്, ചാപ്റ്റർ ടു ചാപ്റ്റർ നമ്മുടെ ആകാംക്ഷ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. എങ്ങനെ ഇത് ലാസ്റ്റ് വരെ പെട്ടെന്ന് വായിച്ചു തീർത്തോന്ന് അറിയില്ല. അതുപോലെ സ്പീഡിൽ വായിച്ചു തീർക്കാൻ നമുക്കിങ്ങനെ ബുക്ക് താഴ്ത്തി വെക്കാനേ തോന്നില്ല. അതുപോലെ നമ്മളിത് വായിച്ചു തീർക്കും കേട്ടോ. സയൻസിൽ മാത്രം വിശ്വസിച്ചിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സൈക്കാട്രിസ്റ്റ് ആട്ടോ ഡോക്ടർ ബ്രിയാൻ വെയ്സ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റായ കാതറിനെ ഹിപ്നോസിസ് ചെയ്യുന്ന വഴിക്ക് ആ ഒരു സംഭാഷണമാണ്, ആ ഒരു കോൺവെർസേഷനിൽ വന്നിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ആ ഒരു ലേഡിക്ക് ഉണ്ടായിട്ടുള്ള മുജ്ജന്മങ്ങളും അതിലൂടെ കടന്നുപോയ എക്സ്പീരിയൻസുകളും ജന്മങ്ങളും മരണങ്ങളും ഒക്കെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ജനനവും മരണവും അതിനിടയിലുള്ള ആ ഒരു ബ്രേക്കും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. കുറേ യൂണിവേഴ്സൽ ട്രൂത്തുകളാണ് ഇതിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം, ഇങ്ങനെ ഒരു പ്രാവശ്യം കേട്ടപ്പോൾ തന്നെ ഡോക്ടറിന് ഭയങ്കര അത്ഭുതമായി. വീണ്ടും വീണ്ടും ഹിപ്നോസിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ വിശ്വാസം വരുന്നത് ഡോക്ടർ ആരോടും പറയാതിരുന്ന അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഒരുപാട് രഹസ്യങ്ങൾ പോലും ഈ ഒരു കോൺവെർസേഷനിൽ കാതറിൻ പറയുന്നുണ്ട്. ഗാർഡിയൻ ഏഞ്ചൽ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെയൊക്കെ ഗൈഡ് ചെയ്യുന്ന മാസ്റ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഇതിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ചിലർക്കൊക്കെ കാണുന്ന ആങ്സൈറ്റി, പാനിക് അറ്റാക്കുകളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു റീസൺ ചിലപ്പോൾ ഇതുപോലെ മുൻ ജന്മങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇൻസിഡൻസ് ആയിരിക്കും എന്നുകൂടെ ആട്ടോ ഇതിൽ പറയുന്നത്. മനുഷ്യർക്ക് ഏറ്റവും കൂടുതലുള്ളത് മരണഭയമാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് റീഡ് ചെയ്യുന്നതിലൂടെ നമുക്കുള്ള ആ ടൈപ്പ് ടെൻഷൻസൊക്കെ മാറിക്കിട്ടും. പോരാത്തതിന് മരണം ഒന്നിൻ്റെ അവസാനമല്ല, അടുത്ത ജന്മത്തിലേക്കുള്ള തുടക്കം മാത്രമാണെന്ന് ഇതിലൂടെ മനസ്സിലാവും. പിന്നെ നമ്മളൊക്കെ ഓരോ പ്രാവശ്യം ജനിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ അറിവുകൾ നേടാൻ വേണ്ടിയിട്ടും ആണെന്നുള്ള കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളെല്ലാവരും വലിയൊരു യാത്രയുടെ ഭാഗമാണെന്നുള്ളതാണ്. ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൈഫിന് വേറൊരു പേഴ്സ്പെക്റ്റീവിൽ കാണാൻ ഈ ബുക്ക് നമ്മളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തില്ലേ, ബുക്ക് റിവ്യൂ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന റെൽന PV എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് വന്ന കമൻറ്റിൽ നിന്നാണ് ഈ ഒരു ബുക്ക് റീഡ് ചെയ്യണം എന്നുള്ളൊരു സജഷൻ വന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുന്നതും വായിക്കുന്നതും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ, വായിക്കാൻ ഇഷ്ടമുള്ളവർക്കും കൂടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫേവറേറ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരും റീസണും കൂടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.